2024 ഡിസംബറിൽ സൗരോർജ്ജ മേഖല ആഗോള പുനരുപയോഗ ഊർജ്ജ വിപണിയിലെ ഒരു നിർണായക ഘടകമായി ഇന്ത്യയുടെ ഊർജ്ജ ഭൂപ്രകൃതിയെ മാറ്റുന്ന പ്രധാന മേഖലയായി മാറുകയാണ്. 2030 ഓടെ 500 ജിഗാവാട്ട് പുനരുപയോഗ ഊർജ്ജശേഷി സ്ഥാപിക്കാനുള്ള ഇന്ത്യയുടെ ശക്തമായ പ്രതിജ്ഞ, അടിസ്ഥാന സൗകര്യ വികസനം, സാങ്കേതിക നവീകരണങ്ങൾ, കാർബൺ ലഘൂകരണ പ്രവർത്തനങ്ങൾ എന്നിവ പിന്തുണയോടെ ഈ മേഖല വേഗത്തിൽ വളരുകയാണ്. പരിസ്ഥിതി ആശയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സുസ്ഥിര ഊർജ്ജ അഭിമുഖം, സൗരോർജ്ജ ഉപകരണങ്ങളുടെ വിലയിൽ തുടർച്ചയായ കുറവ്, സർക്കാർ പ്രോത്സാഹനങ്ങൾ എന്നിവ ഇന്ത്യയെ പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഒരു ഗ്ലോബൽ ലീഡറായി ഉയർത്തുന്നു. 2024 ഡിസംബറിൽ ഈ മേഖലയിൽ നിക്ഷേപം ചെയ്യുന്നവർക്ക് ശക്തമായ വളർച്ചാ സാധ്യതകൾ ഉറപ്പാക്കുന്ന സ്റ്റോക്കുകളുടെ വിശദാംശം നോക്കാം. KPI ഗ്രീൻ എനർജി ലിമിറ്റഡ് 2008 സംയോജിപ്പിച്ച KPI ഗ്രീൻ എനർജി ലിമിറ്റഡ് KP ഗ്രൂപ്പിന്റെ ഭാഗമാണ്. ഒരു സ്വതന്ത്ര പവർ പ്രൊഡ്യൂസർ എന്ന നിലയിലും സോളാരിസം ബ്രാൻഡിന് കീഴിലുള്ള ക്യാപ്റ്റീവ് പവർ പ്രൊഡ്യൂസേഴ്സ് സേവനദാതാവായും അവർ പുനരുപയോഗിക്കാവുന്ന പവർ സൗകര്യങ്ങൾ, സോളാർ, കാറ്റ് സോളാർ ഹൈബ്രിഡ് പവർ പ്രോജക്റ്റ് വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും സ്വന്തമാക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 48.77%, FII 9.95%, DII 1.55%, പബ്ലിക് 39.75%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 161, ഏണിംഗ് പെർ ഷെയർ 28.17, റേഷ്യോസ് 19.34. KPI ഗ്രീൻ എനർജി ഇന്ത്യൻ പുനരുപയോഗ ഊർജ്ജ മേഖലയിലെ ഒരു പ്രധാന പങ്കാളിയായി രൂപാന്തരപ്പെടുകയാണ്. 2024 കോൾ ഇന്ത്യയുമായി 1311 കോടി രൂപയുടെ കരാർ നേടിയത് കമ്പനി ചരിത്രത്തിലെ ഏറ്റവും വലിയ കരാറാണ്. ഈ കരാർ 300 MW AC ഗ്രൗണ്ട് മൗണ്ടഡ് സോളാർ PV പ്ലാന്റിന്റെ സ്ഥാപനം ഉൾക്കൊള്ളുന്നതും 5 വർഷത്തെ ഓപ്പറേഷൻ ആൻഡ് മെയിന്റനൻസ് സേവനങ്ങൾ അടങ്ങിയതുമാണ്. 2030 ഓടെ 10 ജിഗാവാട്ട് ഉൽപ്പാദനശേഷിയിലെത്താനുള്ള ദൃഢമായ ലക്ഷ്യം പിന്തുടരുന്ന കമ്പനി GUVNL വേണ്ടി നിലവിലുള്ള 240 MW DCIP പ്രോജക്റ്റ് ഉറപ്പാക്കിയിട്ടുണ്ട്. 2025 സാമ്പത്തിക വർഷത്തിലെ ക്വാർട്ടർ 2 ഫലങ്ങൾ തികച്ചും പ്രതീക്ഷകൾക്ക് മുകളിലാണ്. 67.4% വർധനവ് രേഖപ്പെടുത്തി വരുമാനം 361.4 കോടി രൂപയിലെത്തി. കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓഹരിയിൽ 96% ഉയർച്ചയും ഹരിത ഊർജ്ജ മേഖലയിൽ ശക്തമായ പ്രവർത്തനവും രേഖപ്പെടുത്തി. ആഗോള നിലയിൽ പുനരുപയോഗ ഊർജ്ജ പ്രോജക്റ്റുകളുടെ 4.5 ജിഗാവാട്ട് പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന കമ്പനി വിപുലമായ നിക്ഷേപങ്ങൾ നൽകുകയും ചെയ്യുന്നു. KPI ഗ്രീൻ എനർജിയുടെ സ്റ്റോക്ക് മികച്ച ദൃഢതയുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത്. നീണ്ടകാല നിക്ഷേപങ്ങൾക്ക് വലിയ സാധ്യതകൾ ഉള്ള വിപണി നിലപാടുള്ള കമ്പനിയായി മുന്നോട്ട് പോകുന്നു. പ്രഡിക്ഷൻ. ധനം സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ കണ്ടെത്തൽ പ്രകാരം സ്റ്റോക്ക് ഒരു അപ്പ് മൂവ്മെന്റ് നടത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. JSW എനർജി ലിമിറ്റഡ്. JSW എനർജി ലിമിറ്റഡും അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങളും പ്രാഥമികമായി കർണാടക, മഹാരാഷ്ട്ര, നന്ദ്യാൽ, സാൽബോണി എന്നിവിടങ്ങളിലെ ഊർജ്ജ ആസ്തികളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ബിസിനസ്സിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. JSW ഗ്രൂപ്പിന്റെ പവർ ബിസിനസിന്റെ ഹോൾഡിംഗ് കമ്പനിയാണിത്. ഖനന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ജെവി കമ്പനിയും ടർബൈനുകളുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു അസോസിയേറ്റും കമ്പനിക്കുണ്ട്. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 69.32%, FII 14.92%, DII 9.78%, പബ്ലിക് 0.17%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 1708, ഏണിംഗ് പെർ ഷെയർ 10.5, റേഷ്യോസ് 8.26.
JSW എനർജി ലിമിറ്റഡ് ഇന്ത്യയുടെ വൈദ്യുതി ഉൽപ്പാദന മേഖലയിലെ ഒരു പ്രമുഖ സ്റ്റോക്കായി വേറിട്ടുനിൽക്കുന്നു. പുനരുൽപ്പാദിപ്പിക്കാവുന്ന ഊർജ്ജത്തിലേക്ക് ക്രമാനുഗതമായി മാറുന്നു. അതിന്റെ വൈവിധ്യമാർന്ന പോർട്ട്ഫോളിയോയിൽ താപ, ജലവൈദ്യുത, സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനം എന്നിവ ഉൾപ്പെടുന്നു. ഇത് സ്ഥിരമായ സാമ്പത്തികവും പ്രവർത്തനപരവുമായ പ്രകടനത്തെ പിന്തുണയ്ക്കുന്നു. 2030 അതിന്റെ ശേഷി 20 ജിഗാവാട്ട് ആയി ഇരട്ടിയാക്കാനുള്ള കമ്പനിയുടെ തന്ത്രപരമായ വീക്ഷണം ഹരിത ഊർജ്ജ വിപുലീകരണത്തിനും ബാറ്ററി ഊർജ്ജ സംഭരണ സംവിധാനങ്ങൾ, പമ്പ് സ്റ്റോറേജ് പ്രോജക്റ്റുകൾ പോലുള്ള നൂതന പരിഹാരങ്ങൾക്കും ഊന്നൽ നൽകുന്നു. 2025 പകുതിയോടെ കമ്മീഷൻ ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്ന ഫത്തേഗഡിലെ 1 ജിഗാവാട്ട് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ഉൾപ്പെടെയുള്ള പുനരുപയോഗ ഊർജ്ജ പദ്ധതികളിൽ കാര്യമായ മുന്നേറ്റം നടത്തുന്നു. സ്റ്റോറേജ് സൊല്യൂഷനുകളുടെ പോർട്ട്ഫോളിയോയിൽ ചേർത്തുകൊണ്ട് മഹാരാഷ്ട്രയിലെ ഭാവാലി ഹൈഡ്രോ പമ്പ് പ്രോജക്റ്റിന് കമ്പനിക്ക് റെഗുലേറ്ററി അംഗീകാരം ലഭിച്ചു. കുദർ ജലവൈദ്യുത പദ്ധതി സൈറ്റിലെ മണ്ണിടിച്ചിൽ പോലുള്ള വെല്ലുവിളികൾ പുരോഗതിയെ ചെറുതായി വൈകി, എന്നാൽ വീണ്ടെടുക്കൽ ശ്രമങ്ങൾ തുടരുകയാണ്. 2025 സാമ്പത്തിക വർഷത്തിനുള്ളിൽ കമ്മീഷൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2050 ഒരു കാർബൺ ന്യൂട്രൽ കമ്പനിയായി മാറുന്നതിൽ JSW എനർജിയുടെ ശ്രദ്ധയും പുതുക്കാവുന്ന ശേഷി വികസിപ്പിക്കുന്നതിനുള്ള പ്രതിബദ്ധതയും അതിന്റെ ദീർഘകാല വളർച്ചാ സാധ്യതകളെ അടിവരയിടുന്നു. പുനർനവീകരണ ഊർജ്ജത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് 2030 20 ജിഗാവാട്ട് ശേഷി ലക്ഷ്യമിടുന്നു. ക്വാർട്ടർ 34.59 ബില്യൺ വരുമാനവും 8.76 ബില്യൺ പാറ്റും ഉറച്ച വളർച്ച പ്രകടിപ്പിച്ചു. വലിയ പുനർനവീകരണ പദ്ധതികളിൽ ശക്തമായ പുരോഗതിയുള്ളതിനാൽ നിക്ഷേപകരിൽ വിശ്വാസം ഉയർന്നു. 2050 കാർബൺ ന്യൂട്രൽ ആയിരിക്കാനുള്ള ദീർഘകാല പദ്ധതിയോടൊപ്പം JSW എനർജി ദീർഘകാല നിക്ഷേപത്തിനുള്ള വിശ്വസനീയമായ ഓഹരിയാണ്. പ്രഡിക്ഷൻ. ധനം സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ കണ്ടെത്തൽ പ്രകാരം സ്റ്റോക്ക് ഒരു അപ്പ് മൂവ്മെന്റ് നടത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. സോഡിയാക് എനർജി ലിമിറ്റഡ്. സോഡിയാക് എനർജി ലിമിറ്റഡ് റൂഫ്ടോപ്പ്, യൂട്ടിലിറ്റി സ്കെയിൽ പ്രോജക്റ്റുകൾ ഉൾപ്പെടെ സോളാർ പവർ ഇൻസ്റ്റാളേഷനുകളിൽ പ്രത്യേകമായി പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ പരിഹാരങ്ങൾ നൽകുന്നു. ഇത് ഇന്ത്യയിലുടനീളമുള്ള റെസിഡൻഷ്യൽ, വാണിജ്യ, വ്യാവസായിക ക്ലയന്റുകൾക്ക് സേവനം നൽകുന്നു. ശുദ്ധമായ ഊർജ്ജം പ്രോത്സാഹിപ്പിക്കുകയും സുസ്ഥിരമായ വൈദ്യുതി ഉൽപ്പാദനത്തിന് സംഭാവന നൽകുകയും ചെയ്യുന്നു. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 70.01%, FIA 1.46%, പബ്ലിക് 27.93%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 10, ഏർണിംഗ് പെർ ഷെയർ 7.5, റേഷ്യോസ് 23.06. സോഡിയാക് എനർജി ലിമിറ്റഡ് ഒരു മികച്ച സോളാർ എനർജി സ്റ്റോക്കായി മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയുടെ പുനരുപയോഗ ഊർജ്ജ ലക്ഷ്യങ്ങൾ ഉറപ്പിക്കുന്ന വലിയ പദ്ധതികളിൽ പങ്കാളിയാകുന്നത് ശ്രദ്ധേയമാണ്. 30 മെഗാവാട്ട് ഗ്രൗണ്ട് മൗണ്ടഡ് സോളാർ പ്രോജക്റ്റുകൾക്കായി 154.27 കോടി രൂപയുടെ MC ഓർഡർ നേടിയത് മാർക്കറ്റ് സ്ട്രെങ്ത് ആയി കാണിക്കുന്നു. സോളാർ സെഗ്മെന്റിന്റെ ഉയർന്ന ആവശ്യവും പുനർനവീകരണ ഊർജ്ജത്തിൽ കേന്ദ്ര, സംസ്ഥാന പദ്ധതികളുടെ പിന്തുണയും സോഡിയാക് എനർജിയുടെ ഓഹരികൾക്ക് വിശ്വസനീയതയും വളർച്ചാമൂല്യവും നൽകുന്നു. ഭാവി വളർച്ചാ സാധ്യതകളും പുതിയ കരാറുകളും കമ്പനി അതിന്റെ മാർക്കറ്റ് മൂല്യത്തിൽ മുന്നേറ്റം പ്രദർശിപ്പിക്കാൻ സഹായിക്കുന്നു. 2024-2025 ക്വാർട്ടറിൽ സോഡിയാക് എനർജിയുടെ വരുമാനം 53.7% വർദ്ധിച്ച് 52.95 കോടിയായി. ഇതോടൊപ്പം അറ്റാദായം 68.24% ഉയർന്ന് 2.49 കോടിയായി. അറ്റാദായ മാർജിനുകളിൽ 9.46% വളർച്ചയും കണ്ടു. ഈ കണക്കുകൾ കമ്പനി വരുമാന സ്രോതസ്സുകളുടെയും മാർജിനുകൾ വികസിപ്പിക്കുന്നതിലും നിക്ഷേപകർക്കുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിലും സജീവമാണെന്ന് കാണിക്കുന്നു. സോഡിയാക് എനർജി പുതിയ MC ഓർഡറുകളും പ്രോജക്റ്റുകളും കൊണ്ട് പുനർനവീകരണ ഊർജ്ജ മേഖലയിലേക്കുള്ള അതിന്റെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ്. ഭാവിയിൽ ഈ വികസനങ്ങൾ പോർട്ട്ഫോളിയോ വിപുലീകരിക്കുന്നതിലും മത്സരത്തിലുള്ള നിലനിൽപ്പ് ഉറപ്പാക്കുന്നതിനും സഹായകരമാകും. സ്ഥിരമായ സാമ്പത്തിക വളർച്ചയും വളർന്ന വരുമാനവും അറ്റാദായവും സോഡിയാക് എനർജിയെ സോളാർ മേഖലയിൽ ഒരു ആകർഷകമായ നിക്ഷേപ തിരഞ്ഞെടുപ്പാക്കി മാറ്റുന്നു. പ്രഡിക്ഷൻ.
ധനം സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ കണ്ടെത്തൽ പ്രകാരം സ്റ്റോക്ക് ഒരു അപ്പ് മൂവ്മെന്റ് നടത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കൺക്ലൂഷൻ: 2024 ഡിസംബറിലെ മികച്ച സോളാർ എനർജി സ്റ്റോക്കുകളായ KPI ഗ്രീൻ എനർജി, JSW എനർജി, സോഡിയാക് എനർജി ലിമിറ്റഡ് 3 പ്രാഥമിക സോളാർ സ്റ്റോക്കുകൾ ദീർഘകാല നിക്ഷേപത്തിന് മികച്ച അവസരങ്ങൾ നൽകുന്നു. ഇന്ത്യയുടെ പുനരുപയോഗ ഊർജ്ജ ലക്ഷ്യങ്ങൾ 2030 500 ജിഗാവാട്ടിൽ എത്തിക്കാൻ ചിന്തിക്കുന്ന സാഹചര്യത്തിൽ ഉയർന്ന CAGR വളർച്ചാ നിരക്കുള്ള ഈ കമ്പനികൾ അത്യാധുനിക സാങ്കേതികവിദ്യയിൽ നിക്ഷേപിക്കുകയും സോളാർ പ്രോജക്റ്റുകൾ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു. ശക്തമായ സാമ്പത്തിക പ്രകടനം നിലനിർത്തുകയും ഭാവിയിലേക്കുള്ള വാഗ്ദാനം പ്രകടമാക്കുകയും ചെയ്യുന്നു. ഗ്രീൻ എനർജിയിലേക്കുള്ള ആഗോള മാറ്റത്തിന് പിന്തുണ നൽകിക്കൊണ്ട് ഈ സ്റ്റോക്കുകൾ ദീർഘകാല വളർച്ചാ സാധ്യതകളിലൂടെ നിക്ഷേപകർക്ക് മികച്ച ഓപ്ഷനാണ്. Thank you.